ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ് ഗണിതം യൂണിറ്റ് 8 ടിക് ടിക് ടിക്. ഈ യൂണിറ്റാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ. ഓക്കെ, ടിക് ടിക് ടിക്. ഈ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ടിക് ടിക് ടിക്, ഇത്ര സ്പീഡിൽ അല്ലേ? സെക്കൻഡ് സൂചി ഇങ്ങനെ ഇളകുന്ന ആ സൗണ്ടാണിത്. ഒരു ക്ലോക്കിൽ, ഇപ്പോൾ അവിടെ ഒരു ക്ലോക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ ക്ലോക്കിൽ എത്രയാണ് സമയം? ചെറിയ സൂചി 3-ലും വലിയ സൂചി 12-ലുമാണ്. അപ്പോൾ സമയം 3 മണിയാണ്. പാഠത്തിലേക്ക് പോകാം. സമയം 3 മണിയായി. 4 മണിക്കല്ലേ പ്രദർശനം? അങ്ങനെ അവർ സർക്കസ് കാണാൻ വേണ്ടി പോവുകയാണ്. സർക്കസിൻ്റെ പ്രദർശനം 4 മണിക്കാണ് തുടങ്ങുക. സർക്കസ് കൂടാരത്തിലേക്ക്. പ്രദർശന സമയം എന്താ എഴുതി വച്ചിരിക്കുന്നത്? ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 4 മണി, പിന്നെ 7 മണിക്കും. അങ്ങനെ 3 പ്രദർശനങ്ങളാണ് ഉള്ളത്. ഇനിയോ അവധി ദിവസങ്ങളിലോ പ്രത്യേക ഷോ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അവധി ദിവസങ്ങളിൽ പ്രത്യേക ഷോ ഉണ്ട്. രാവിലെ 10 മണിക്കുണ്ട്, പിന്നെ രാത്രി 11 മണിക്കാണ്. അത് വലിയവർക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? എന്തായാലും അവധി ദിവസങ്ങളിൽ പ്രത്യേക ഷോ 2 എണ്ണം ഉണ്ട്. സാധാരണ ദിവസങ്ങളിൽ 3 ഷോ ആണ് ഉള്ളത്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. സർക്കസ് കൂടാരം കണ്ടില്ലേ? പ്രദർശന സമയം നോക്കൂ. അവധി അല്ലാത്ത ദിവസങ്ങളിൽ ആദ്യ പ്രദർശനം തുടങ്ങുന്നത് എത്ര മണിക്കാണ്? ഉച്ചയ്ക്ക് 1 മണി. അവധി ദിവസത്തെ പ്രത്യേക പ്രദർശനം ഏതെല്ലാം സമയത്താണ്? രാവിലെ 10 മണി, രാത്രി 11 മണി. അവധി ദിവസം എത്ര പ്രദർശനമുണ്ട്? പ്രത്യേകമായിട്ട് 2 എണ്ണം ഉണ്ട്, പിന്നെ സാധാരണ ഉള്ളതൊക്കെയുണ്ട് അല്ലേ? അപ്പോൾ സാധാരണ ഉള്ള 3-ഉം അവധി ദിവസത്തെ 2-ഉം കൂടിയിട്ട് 5 പ്രദർശനങ്ങൾ ഉണ്ട്. അവധി ദിവസത്തെ പ്രദർശന സമയം ക്രമത്തിൽ എഴുതൂ. അപ്പോൾ ഈ എല്ലാ പ്രദർശന സമയവും ക്രമത്തിൽ നമുക്ക് എഴുതാം. രാവിലെ 10 മണി, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 4 മണി, 7 മണി, രാത്രി 11 മണി. 5 പ്രദർശനങ്ങളുടെ ടൈമും നമ്മൾ ക്രമത്തിൽ എഴുതി കഴിഞ്ഞു. സമയം നോക്കി അഭിനയിക്കാം. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അത് ഏതെല്ലാം സമയങ്ങളിലാണ് ചെയ്യുന്നത്? രാവിലെ ഉണരുന്നു. രാവിലെ നിങ്ങൾ എത്ര മണിക്കാണ് ഉണരുന്നത്? 6 മണിക്ക് എണീക്കുമോ? നമുക്ക് എന്തായാലും ഒരു 6 മണി എന്ന് എഴുതാം. രാവിലെ ഉണരുന്നു 6 മണി. പല്ല് തേക്കുന്നു, അത് 7 മണിക്കായാലോ? രാവിലെ ഉണർന്ന് ബെഡിൽ കിടന്നാലും അപ്പം തന്നെ ചാടി എണീറ്റ് വന്ന് പല്ല് തേക്കുന്നവർക്കാണെങ്കിൽ 6 മണിക്ക് 6:05 ആകുമ്പോഴേക്കും പല്ല് തേക്കാം അല്ലേ? അല്ലാത്ത കുട്ടികൾക്ക്, നിങ്ങളെപ്പോലെയുള്ള ചെറിയ കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാവും തേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പല്ല് തേക്കുന്നു എന്നുള്ളതിന് 7 മണി കൊടുക്കാം. പിന്നെ നമുക്ക് എന്താ? ഭക്ഷണം കഴിക്കുന്നു. 3-മതായിട്ട് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നു എന്ന് എഴുതാം. 8 മണി. സ്കൂളിൽ പോകുന്നു. അവിടെ എന്താ എഴുതുന്നത്? 9 മണി. അടുത്തതായിട്ടോ സ്കൂളിലത്തെ ഉച്ചഭക്ഷണം കഴിക്കുന്നു. 1 മണി. സ്കൂളിൽ നിന്നും തിരികെ വീട്ടിൽ എത്തുന്നു. 4 മണി. അടുത്തതായിട്ടോ പഠിക്കുന്നു. അത് രാത്രി 7 മണി. ഇനി രാത്രി ഉറങ്ങുന്നു. നിങ്ങൾ 9 മണിക്ക് ഉറങ്ങുമോ? ഉറങ്ങുണ്ടാവൂലേ? 6 മണിക്ക് എണീക്കുന്ന കുട്ടികളാണെങ്കിൽ 9 മണിക്ക് ഉറങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ രാത്രി ഉറങ്ങുന്നു എന്നുള്ളതിന് 9 മണിയെന്നും എഴുതുക. നമുക്ക് ഈ ഓരോ ടൈമും ക്ലോക്കിൽ എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ? രാവിലെ 6 മണി എന്ന് പറയുമ്പോൾ ക്ലോക്കിലെ ചെറിയ സൂചി 6-ലും
വലിയ സൂചി 12ലും ആയിരിക്കും. ഇതേപോലെ നേരെ ആയിരിക്കും നിൽക്കുക. ഇനി 7 മണി നോക്കാം. 7 മണിയാവുമ്പോൾ ചെറിയ സൂചി എത്രയിലെത്തും? ചെറിയ സൂചി 7ലും വലിയ സൂചി 12ലും. അടുത്തത് 8 മണി. 8 മണിക്കോ? ചെറിയ സൂചി 8ലും വലിയ സൂചി 12ലും. 9 മണിയാകുമ്പോൾ ചെറിയ സൂചി 9ലും വലിയ സൂചി 12ലും. കറക്റ്റ് സമയമാകുന്ന സമയത്ത് എപ്പോഴും വലിയ സൂചി 12ലായിരിക്കും. നോക്കൂ, 6 മണിക്കും 7 മണിക്കും 8 മണിക്കും 9 മണിക്കും ഒക്കെ വലിയ സൂചി എവിടെയാണ്? 12ലാണ്. ഇനി ഉച്ചയ്ക്ക് 1 മണി, ഉച്ചഭക്ഷണം കഴിക്കുന്ന 1 മണി, അപ്പോൾ ചെറിയ സൂചി 1ലും വലിയ സൂചി 12ലും. ഇനി വൈകുന്നേരം 4 മണിക്കാണ് വീട്ടിലെത്തുന്നത്. അപ്പോഴോ ക്ലോക്കിൽ ചെറിയ സൂചി 4ലും വലിയ സൂചി 12ലും. ഈ വലിയ സൂചി എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയാണ്. മിനിറ്റുകളുടെ മാറ്റങ്ങൾ വരുമ്പോൾ 12ന്ന് നീങ്ങി ഓരോ ഭാഗത്തേക്കും നീങ്ങിപ്പോവും അല്ലേ? ചെറിയ സൂചിയാണ് മണിക്കൂർ സൂചി. എത്ര മണി എന്ന് കാണിക്കുന്നത് ചെറിയ സൂചിയാണ്. ഇനി പഠിക്കാനിരിക്കുന്ന സമയം നോക്കാം. രാത്രി 7 മണി, അപ്പോൾ ചെറിയ സൂചി 7ലും വലിയ സൂചി 12ലും. അടുത്തതായിട്ട് രാത്രി ഉറങ്ങുന്നു. 9 മണിക്കാണ്. ചെറിയ സൂചി 9ലും വലിയ സൂചി 12ലും. ഇപ്പോൾ മണിക്കൂർ കൃത്യമായ മണി 1 മണി 2 മണി 3 മണി അത് കൃത്യമാണെങ്കിൽ ചെറിയ സൂചി ആ മണിയുടെ നേരെയും വലിയ സൂചി എപ്പോഴും അതേപോലെ 12ലും നിൽക്കുന്നത് നിങ്ങൾ കണ്ടു അല്ലേ? മിനിറ്റുകൾക്ക് വ്യത്യാസം വരുമ്പോൾ വലിയ സൂചിയും ചെറിയ സൂചിയും നീങ്ങി മാറും. ഓക്കെ. താഴെ തന്നിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കൂ. അപ്പോൾ നിങ്ങൾ എന്താണ് രാവിലെ 6 മണിക്ക് എഴുതിയത്? ഉണരുന്നു. ഉണരുന്നത് അഭിനയിച്ച് കാണിക്കണം. ഉണരുന്നത് എങ്ങനെയാണ് അഭിനയിക്കുക? അഭിനയിച്ചോളൂ. അടുത്തത് ഉച്ചയ്ക്ക് 1 മണി. ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾ ചെയ്യുന്നത് ഉച്ചഭക്ഷണം കഴിക്കുകയാണ്, അത് അഭിനയിക്കുക. രാവിലെ 7 മണിക്കോ? രാവിലെ 7 മണിക്ക് നിങ്ങൾ ചെയ്യുന്നത് പല്ല് തേക്കുന്നു, പല്ല് തേക്കുന്നത് അഭിനയിക്കുക. വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്ന് ഓടി വീട്ടിലേക്ക് പോകുന്നതാണ്, അത് ബാഗൊക്കെ എടുത്ത് വീട്ടിലേക്ക് ഓടിപ്പോവുക. രാവിലെ 10 മണിക്ക് എന്താണ് രാവിലെ 10 മണിക്ക് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ സ്കൂളിലെത്തിയിട്ട് ഇരുന്ന് പഠിക്കുകയായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അസംബ്ലി കഴിഞ്ഞ് വരിക, അസംബ്ലിക്ക് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കുക. രാത്രി 9 മണിക്ക് ഉറങ്ങുന്നു, അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നത് അഭിനയിച്ച് കാണിക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സമയം എത്രയായി? തന്വിയുടെ ക്ലാസ് തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ. മിനിറ്റ് സൂചി 12ലും മണിക്കൂർ സൂചി 10ലും ആണ്. അതായത് സമയം 10 മണി. നമ്മൾ നേരത്തെ കണ്ടില്ലേ ക്ലോക്കിൽ? മിനിറ്റ് സൂചി 12ലാണെങ്കിൽ കറക്റ്റ് ആ സമയമാണ്. 10ൽ നേരെയാണ് ചെറിയ സൂചി മണിക്കൂർ സൂചി. ചെറുതിന് എന്താ പേര്? മണിക്കൂർ സൂചി. വലിയ സൂചി മിനിറ്റ് സൂചി. ഓക്കെ. ചെറിയ സൂചി മണിക്കൂർ സൂചിയും വലിയ സൂചി മിനിറ്റ് സൂചിയുമാണ്. ഓക്കെ. അടുത്ത പ്രവർത്തനം മുത്തശ്ശിയെ കാണാൻ. തന്വി, നാളെ മുത്തശ്ശിയെ കാണാൻ പോവുകയല്ലേ? രാവിലെ എഴുന്നേക്കണേ, രാവിലെ നേരത്തെ എണീക്കണേ എന്ന് പറയുക തന്വിയോട്. ഹായ്, നാളെ മുത്തശ്ശിയെ കാണാലോ. തന്വി നേരത്തെ ഉണർന്നു. തന്വി ഉണർന്ന സമയം നോക്കൂ. എവിടെയാണ് മണിക്കൂർ സൂചി, എവിടെയാണ് മിനിറ്റ് സൂചി? മണിക്കൂർ സൂചി 6ലും മിനിറ്റ് സൂചി 12ലുമാണ്. അപ്പോൾ കൃത്യം 6 മണി. അപ്പോൾ രാവിലെ കൃത്യം 6 മണിക്ക് തന്വി ഉണർന്നു. അപ്പോൾ 6 മണി എന്ന് നമ്മളവിടെ എഴുതുക. ആഹാരം കഴിക്കുമ്പോൾ ഇപ്പോൾ സമയം എത്രയാണ്? നമ്മൾ ഇതുവരെ കണ്ടതിൽ മിനിറ്റ് സൂചി 12ലാണ്. ഇപ്പോൾ മിനിറ്റ് സൂചി നിൽക്കുന്നത് 6ലാണ്. മനസ്സിലായോ? മണിക്കൂർ സൂചി 7നും 8നും നടുക്കാണ്, നടുവിലായിട്ട് നിൽക്കുന്നുണ്ട്. 7ൽ നിന്ന് പോയി 8ൻ്റെ നടുവിലായി നിൽക്കുകയാണ്.
മിനിറ്റ് സൂചി 6 നേരെ നിൽക്കുന്നു. അതായത് സമയം 7:30. എങ്ങനെയാണ് 30 മിനിറ്റ് എന്ന് നമ്മൾ കണക്കാക്കുക? മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങാൻ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. 1 മണിക്കൂറിൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റ്. 7:30 എന്നും പറയും. അവിടെ ഒരു കോഴി വന്ന് പറയുന്നു 7:30 എന്നും പറയും. 7:30 എന്നുള്ളതിന് 7:30 എന്നും പറയും. 6-ലെത്തിക്കഴിഞ്ഞാൽ അര എന്നാണ് പറയുന്നത്. മിനിറ്റ് സൂചി 12-ൽ നിന്ന് 6-ലെത്തിക്കഴിഞ്ഞാൽ അര എന്ന് പറയും. മണിക്കൂർ സൂചി 7-ലും മിനിറ്റ് സൂചി 12-ലും നിൽക്കുമ്പോൾ കറക്റ്റ് 7 മണിയാണ്. ഇനി മിനിറ്റ് സൂചി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് 6-ലേക്ക് എത്തുമ്പോൾ 30 മിനിറ്റായി. പകുതി സമയം 12-ൽ നിന്ന് 1, 2, 3, 4, 5, 6 6-ലെത്തുമ്പോൾ അര. ബാക്കി അരയാണ് 7, 8, 9, 10, 11. മനസ്സിലായില്ലേ? അപ്പോൾ 7:30. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. മനസ്സിലായോ? ഓക്കെ. പുറപ്പെടാം. ബസ് വരാറായി. നേരത്തെ പുറപ്പെട്ടാൽ വൈകാതെ എത്താം. തന്വി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം. തന്വി എപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്? തന്വി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം അച്ഛൻ്റെ വാച്ച് നോക്കൂ. 8 മണിയാണ് അല്ലേ? 8 മണി. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയിട്ടോ അവര്. തന്വി മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ സമയം നോക്കൂ. മുത്തശ്ശിയുടെ ക്ലോക്ക് നോക്കൂ. സമയം എഴുതൂ. എത്ര മണിയാണ്? 9 മണി കഴിഞ്ഞു. 9-ന്റെയും 10-ന്റെയും നടുവിലാണ് നിൽക്കുന്നത് മണിക്കൂർ സൂചി. വലിയ സൂചി മിനിറ്റ് സൂചി നിൽക്കുന്നത് 6-ന് നേരെയാണ്. 6-ന് നേരെ വന്നാൽ അരമണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് എന്ന് പറയും. 9 മണി കഴിഞ്ഞ് 30 മിനിറ്റായി അല്ലെങ്കിൽ 9:30. ഓക്കെ. അപ്പോൾ സമയം എഴുതൂന്നുള്ളിടത്ത് 9 മണി 30 മിനിറ്റ് എന്ന് എഴുതുക. ഈ സമയത്തെ 9:30 എന്നും പറയും. ഓ, എൻ്റെ മക്കൾ വന്നല്ലോ. മുത്തശ്ശിക്ക് വലിയ സന്തോഷമായി. കുട്ടികളും അതെ. ഹായ് മുത്തശ്ശി. ക്ലോക്കും സമയവും നോക്കി പൂരിപ്പിക്കുക. ആദ്യത്തെ ക്ലോക്ക് നോക്കുക. മണിക്കൂർ സൂചി 7-ലും മിനിറ്റ് സൂചി 12-ലും. അപ്പം ഏതാണ്? 7 മണി. ഒന്നാമത്തെ ക്ലോക്കിൽ 7 മണിയാണ്. രണ്ടാമത്തെ ക്ലോക്കിൽ 10 മണിയാണ്. ചെറിയ സൂചി 10-ലും വലിയ സൂചി 12-ലും. അടുത്തതിൽ ചെറിയ സൂചി 3-ലും വലിയ സൂചി 12-ലും, അതായത് 3 മണി. അടുത്തത് ചെറിയ സൂചി 5-ലും വലിയ സൂചി 12-ലും. അപ്പോൾ സമയം 5 മണി. അടുത്തതിൽ അഞ്ചാമത്തെ ക്ലോക്കിൽ 11 മണി. ചെറിയ സൂചി 11-ലും വലിയ സൂചി 12-ലും. അപ്പോൾ 5 മണി. ഇനി നിങ്ങൾക്ക് ഇവിടെ പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ക്ലോക്കും സമയവും നോക്കി പൂരിപ്പിക്കുക. ഒന്നാമത്തേന് അവിടെ തന്നിട്ടുണ്ട് സി എന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലോക്കിൽ 7 മണിയാണ്. അതിവിടെ തന്നിട്ടുള്ളത് സി നമ്പർ ഇട്ടിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലോക്കിൽ 7 മണി. രണ്ടാമത്തെ ക്ലോക്കിൽ 10 മണിയാണ്. അതിവിടെ തന്നിട്ടുള്ളത് ഡി എന്ന് അടയാളപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ 2-ന്റെ നേരെ ഡി എന്ന് കൊടുക്കണം. മൂന്നാമത്തെ ക്ലോക്കിൽ 3 മണിയാണ്. 3 മണി കൊടുത്തിട്ടുള്ളത് എ, 3 മണി എന്നാണ്. അപ്പോൾ 3-ന് എ അടയാളപ്പെടുത്തുക. നാലാമത്തെ ക്ലോക്കിൽ 5 മണിയാണ്. 5 മണി എവിടെ കൊടുത്തിട്ടുള്ളത്? ഇ. 5 മണി എന്നുള്ളത് ഇ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം 4-ന് ഇ കൊടുക്കുക. പിന്നെ അടുത്ത ക്ലോക്കിൽ 11 മണിയാണ്. 11 മണി ഇവിടെ കൊടുത്തിട്ടുള്ളത് ബി. 11 മണി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബി എന്ന് കൊടുക്കുക. മനസ്സിലായല്ലോ? പട്ടിക പൂർത്തിയാക്കുക. മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി, സമയം. മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ചെറുതാണ്. മിനിറ്റ് സൂചി അതിനേക്കാൾ കുറച്ച് വലുതാണ്. അപ്പോൾ ഇവിടെ നോക്കുക. ഒന്ന് നമുക്ക് ഉദാഹരണം തന്നിട്ടുണ്ട്. മണിക്കൂർ സൂചി 11-ന് നേരെ, മിനിറ്റ് സൂചി 12-ന് നേരെ, സമയം 11 മണി. അടുത്തതിൽ നോക്കാം. മണിക്കൂർ സൂചി 4-ന് നേരെ, മിനിറ്റ് സൂചി 12-ന് നേരെ, 4 മണി. അടുത്തത്
മണിക്കൂർ സൂചി 4നും 5നും ഇടയ്ക്കാണ്, ഇടയിൽ. മിനിറ്റ് സൂചി 6ന് നേരെയുമാണ്. 6ന് നേരെ വന്നാൽ 30 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ എന്ന് പറയും. അപ്പോൾ 4 കഴിഞ്ഞ് 30 മിനിറ്റ്, 4 മണി 30 മിനിറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 4:30 മണി എന്ന് എഴുതാം. അടുത്തത് 3നും 4നും ഇടയ്ക്കാണ് ചെറിയ സൂചി നിൽക്കുന്നത്. മിനിറ്റ് സൂചി, വലിയ സൂചി 6ന് നേരെയാണ്. ഇപ്പോഴും അപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. 3 മണി 30 മിനിറ്റ് അല്ലെങ്കിൽ 3:30 മണി. മനസ്സിലായില്ലേ? ഇനി സമയം നോക്കി സൂചികൾ വരയ്ക്കൂ. സമയം ക്ലോക്കിൽ കാണിച്ചു തരാം, അതുപോലെ നിങ്ങൾ വരയ്ക്കണം. 6 മണി. 6 മണിയാകുമ്പോൾ എങ്ങനെയാണ് സൂചികൾ നിൽക്കുക? ഇതേപോലെ ചെറിയ സൂചി 6ലും വലിയ സൂചി 12ലും നിൽക്കും. ഇനി 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്, അവിടെ എങ്ങനെ നിൽക്കും? 5 മണി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ചെറിയ സൂചി 5നും 6നും നടുവിൽ നിൽക്കണം. വലിയ സൂചി, അതായത് മിനിറ്റ് സൂചി 6ന് നേരെയും നിൽക്കണം. അടുത്തതായിട്ട് 8 മണിയാണ്. 8 മണിക്ക് ചെറിയ സൂചി 8ലും വലിയ സൂചി 12ലും നിൽക്കണം. ചെറിയ സൂചി മണിക്കൂർ സൂചി, 12ൽ നിൽക്കുന്നത് മിനിറ്റ് സൂചി. അടുത്തത് 1:30 എന്നാണ്. അതായത് മണിക്കൂർ സൂചി 1നും 2നും നടുവിൽ നിൽക്കണം. മിനിറ്റ് സൂചി 6ലും നിൽക്കണം. അപ്പോൾ 1:30 അല്ലെങ്കിൽ 1:30. മനസ്സിലായില്ലേ? അടുത്തത് പാർക്ക്. തൻവി ഇപ്പോൾ പാർക്കിലാണ്. സമയം എത്രയായി? ക്ലോക്ക് നോക്കൂ, പാർക്കിലും ക്ലോക്ക് ഉണ്ട്. മണിക്കൂർ സൂചി 4നും 5നും ഇടയിലാണ്. മിനിറ്റ് സൂചി 6ന് നേരെയുമാണ്. അപ്പോൾ എത്രയാണ്? 4 മണി 30 മിനിറ്റ്, 4:30 മണി. ഓക്കെ. തൻവി പാർക്കിൽ നിന്നും ഇറങ്ങുന്ന സമയമാണ് ക്ലോക്കിൽ. നോക്കൂ, എവിടെയാണ് മണിക്കൂർ സൂചി നിൽക്കുന്നത്? 6നും 7നും ഇടയിലാണ്, നടുവിലല്ല, ഇടയിലാണ്. മിനിറ്റ് സൂചി 3ലുമാണ്. 3ലെത്തിയാൽ എത്ര മിനിറ്റായി? 12ൽ നിന്ന് 1ലേക്ക് എത്തുമ്പോൾ 5 മിനിറ്റാണ്. 12ൽ നിന്നും 10ലേക്ക് എത്തുമ്പോൾ 10 മിനിറ്റ്. 12ൽ നിന്ന് മിനിറ്റ് സൂചി 3ലേക്ക് എത്തിയാൽ 15 മിനിറ്റാണ്. മനസ്സിലായില്ലേ? മണിക്കൂർ സൂചി 6 കഴിഞ്ഞും മിനിറ്റ് സൂചി 3ലുമാണ് നിൽക്കുന്നത്. സമയം 6 മണി 15 മിനിറ്റ്, 6:15 എന്നും പറയും. 3ൽ മിനിറ്റ് സൂചി വരുമ്പോൾ കാലാണ്, കാൽ. 6ൽ മിനിറ്റ് സൂചി വരുമ്പോൾ അര. ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ? അതാരാണ്? മുക്കാൽ. അതങ്ങനെ നോക്കാം. തൻവി പാർക്കിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തിയ സമയം നോക്കൂ. മണിക്കൂർ സൂചി 6ൽ നിന്ന് 7-ന് എത്തിയിരിക്കുന്നു. 7ക്ക് എത്തിയിട്ടില്ല. മിനിറ്റ് സൂചി 9ലും. ഇപ്പോൾ സമയം എത്രയായി? 6ലെത്തുമ്പോൾ നമ്മൾ 30 മിനിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ 6ൽ നിന്ന് 7ലെത്തുമ്പോൾ 35 മിനിറ്റ്, 8ലെത്തുമ്പോൾ 40 മിനിറ്റ്, 9ലെത്തുമ്പോൾ 45 മിനിറ്റ്. അതായത് 6 മണി കഴിഞ്ഞ് 45 മിനിറ്റായി. കോഴി പറയുന്നത് നോക്കൂ, ഈ സമയത്തെ 6:45 എന്നും പറയും. മനസ്സിലായില്ലേ? 5 കൂട്ടിയിട്ടാണ് ഈ സമയം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമയം നോക്കി സൂചികൾ വരച്ച് പട്ടിക പൂർത്തിയാക്കുക. നോക്കൂ, 10:30 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ സൂചികൾ വരയ്ക്കേണ്ടത്? 10ൽ നിന്നും 11നും ഇടയിൽ വരണം. നടുവിലായിട്ട് മണിക്കൂർ സൂചി നിൽക്കണം, ഇതുപോലെ. അതേപോലെ മിനിറ്റ് സൂചി 30ൽ എന്ന് പറഞ്ഞാലോ 6ലെത്തണം. 6, അങ്ങനെ ഇതുപോലെ വേണം നമ്മുടെ ക്ലോക്ക് വരയ്ക്കാൻ. അടുത്തത് 10:45. അപ്പോൾ ഇവിടുന്ന് ഈ 6ൽ നിന്ന് ഈ മിനിറ്റ് സൂചിനെ ഇങ്ങോട്ട് നീങ്ങി 9ലേക്ക് കൊണ്ടുവരണം. അത് ആ സമയത്ത് നമ്മുടെ മണിക്കൂർ സൂചി കുറച്ച് നീങ്ങും. ഇങ്ങനെയാണ് 10:45 സൂചി നിൽക്കുക. ഇനി 11:15 മണിക്കൂർ സൂചി 11ൻ്റെ കുറച്ച് നീങ്ങിയിട്ടേ ഉള്ളൂ.
എന്നാൽ മിനിറ്റ് സൂചി 3-ലാണ് നിൽക്കുന്നത്. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3-ലാണ് നിൽക്കുക. ഓക്കെ, ഇതുപോലെ നിൽക്കണം. ഇനി 11:45 ആണെങ്കിലോ മണിക്കൂർ സൂചി 12-നോട് അടുത്ത് നിൽക്കണം. മിനിറ്റ് സൂചി 9-ന് നേരെയും നിൽക്കണം. അപ്പോൾ 11:45. അടുത്തത് 12:15. 12:15 എന്ന് വരുമ്പോൾ 12-ൽ നിന്ന് കുറച്ച് നീങ്ങി മണിക്കൂർ സൂചി നിൽക്കണം. മിനിറ്റ് സൂചി 3-ലും നിൽക്കണം. ഓക്കെ, ഇതുപോലെ നിൽക്കണം. 12:30. 12-നും 1-നും ഇടയിൽ നടുവിലായിട്ട് നിൽക്കണം മണിക്കൂർ സൂചി. മിനിറ്റ് സൂചി 6-ന് നേരെയും നിൽക്കണം. അപ്പോഴാണ് 12:30. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സമയം പഠിച്ചു. 8 മണി. 8 മണിയാവുമ്പോൾ ഇപ്പോൾ നമ്മൾ 8 എന്നൊരു ഉദാഹരണം പറയാണ് കേട്ടോ. ഇതുപോലെ 8 ആണെന്ന് വിചാരിക്കുക. 8-ൽ മണിക്കൂർ സൂചിയും 12-ൽ മിനിറ്റ് സൂചിയും നിന്നാൽ 8 മണി. 8-ൽ നിന്ന് കടന്ന് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചി 3-ലും നിന്നാൽ 8:15. മണിക്കൂർ സൂചി 8-നും 9-നും നടുവിലും മിനിറ്റ് സൂചി 6-ലും നിന്നാൽ 8:30. മണിക്കൂർ സൂചി 9-ന് അടുത്തെത്താനായിട്ടും മിനിറ്റ് സൂചി 9-ലും നിന്നാൽ 8:45. ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മളിവിടെ 11:45 എന്നാണ് എഴുതേണ്ടത്. 11:45, 12:15, 12:30. മനസ്സിലായോ? ഈ അടിയിൽ എഴുതേണ്ടത് അതാണ്. അടുത്തതായിട്ട് എൻ്റെ വിദ്യാലയം. അടുത്ത ദിവസം തൻവി സ്കൂളിലെത്തി. ഇപ്പോൾ സമയം ഇതാ. ഇതിൽ നോക്കാൻ ഒരു പ്രയാസവും അല്ലേ? 9:30 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ സമയം ക്ലോക്കിൽ വരയ്ക്കൂ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ക്ലോക്കിൽ ഈ സമയം വരയ്ക്കുക? ഇവിടെ നോക്കുക. 9-നും 10-നും നടുവിലായിട്ടാണ് മണിക്കൂർ സൂചി വരയ്ക്കേണ്ടത്. മിനിറ്റ് സൂചി 6-ന് നേരെയും വരയ്ക്കണം. ഇതുപോലെ വരയ്ക്കണം. തൻവി സ്കൂളിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ക്ലാസ് തുടങ്ങിയ സമയം എത്രയാണ്? അരമണിക്കൂർ. ഇപ്പോൾ 9:30-ന് സ്കൂളിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ 9:30-ൽ കൂടെ ഒരു 30 മിനിറ്റും കൂടി ചേർന്നു അല്ലേ? 60 മിനിറ്റായി. 60 മിനിറ്റായി എന്ന് പറഞ്ഞാൽ എത്ര സമയം? ഇങ്ങനെ നീങ്ങി നീങ്ങി വന്ന് 10 മണിയായി. ക്ലാസ് തുടങ്ങിയ സമയം 10 മണി. സമയം ഡിജിറ്റലായി കാണുന്നത് പോലെ എഴുതൂ. അപ്പോൾ എങ്ങനെ എഴുതുക? 10 എന്ന് എഴുതുക, 2 കുത്തിട്ടിട്ട് 2 0 ഇതുപോലെ എഴുതുക. ക്ലാസ് തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞുള്ള സമയം ക്ലോക്കിൽ വരയ്ക്കൂ. അപ്പോൾ 10 മണിക്ക് ക്ലാസ് തുടങ്ങി, അത് കഴിഞ്ഞ് 15 മിനിറ്റ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ മിനിറ്റ് സൂചി നിൽക്കേണ്ടത്? 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി ഇവിടെ ഇതേപോലെ 3-ൽ നിൽക്കണം. അപ്പോൾ നമ്മുടെ 10-ൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് മണിക്കൂർ സൂചിയും നിൽക്കണം. നമ്മുടെ കണക്ക് സാറ് സ്മാർട്ടാ. അപ്പോൾ കുട്ടി പറയാണ്, സാറിൻ്റെ വാച്ചും സ്മാർട്ട് വാച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ? സ്മാർട്ട് വാച്ചിൽ ഈ സമയം മാത്രമല്ല വേറെ കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണത് സ്മാർട്ടാണെന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സ്മാർട്ട് വാച്ച് നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്തത് ആദിത്യ. തൻവി വായിച്ച വാർത്ത നോക്കൂ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. വിക്ഷേപണം 2023 സെപ്റ്റംബർ 2. ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തൂ. ഇതാണ് നിങ്ങളുടെ പ്രവർത്തനം. കലണ്ടറിൽ അടയാളപ്പെടുത്തുക. സെപ്റ്റംബർ മാസം അവിടെ തന്നിട്ടുണ്ട്. 2-ാം തീയതി ശനിയാഴ്ച വട്ടമിടുക. ഓക്കെ, അടുത്തത് സെപ്റ്റംബർ 5 മുതൽ 23 വരെ എത്ര ദിവസം? 5 മുതൽ 23 വരെ എത്ര ദിവസം ഉണ്ടാവും? എണ്ണി നോക്കണോ? ഒന്ന് എണ്ണി നോക്കാം. 5 മുതൽക്ക് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 23 വരെ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 19 ദിവസം.
ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ളതാണ് പ്രവർത്തനം. അപ്പോൾ നമുക്ക് ഇന്നത്തെ തീയതി ഒന്ന് അടയാളപ്പെടുത്താം. ഇന്നത്തെ തീയതി നമുക്ക് ഡിസംബറിലെ 4-ാം തീയതി അടയാളപ്പെടുത്താം. ഡിസംബർ 4 ഇന്നത്തെ തീയതി. ക്ലാസ്സിലെ കലണ്ടറിൽ ഈ തീയതി അടയാളപ്പെടുത്തൂ. നിങ്ങൾ 4 എന്നുള്ളതിന് ഒരു അടയാളം കൊടുക്കുക. ഏത് മാസമാണിത്? ഇവിടെ തന്നിട്ടുണ്ട് ഡിസംബർ. അപ്പോൾ അവിടെ ഡിസംബർ എന്ന് എഴുതുക. ഇന്ന് ആഴ്ചയിലെ ഏത് ദിവസമാണ്? ഇന്ന് ആഴ്ചയിലെ ഏത് ദിവസമാണ്? ഇന്നത്തെ തീയതി 4 ആണ്. ഇന്നത്തെ ദിവസം ബുധൻ. എന്താണ്? ബുധൻ. ഇന്നലെ ഏത് ദിവസമായിരുന്നു? ഇന്ന് ബുധനാണെങ്കിൽ ഇന്നലെ ചൊവ്വ. നാളെ ഏത് ദിവസമാണ്? ബുധനാണ് ഇന്ന്, നാളെ വ്യാഴം. ഈ മാസം 1-ാം തീയതി ഏത് ദിവസമാണ്? ഈ മാസം 1-ാം തീയതി ഞായർ. ഈ മാസത്തെ അവസാന ദിവസം ഏതാണ്? ദിവസം ചൊവ്വ. 31-ാം തീയതി നോക്കൂ, ചൊവ്വ ആണ് ദിവസം. ഓക്കെ. ജന്മദിനം. നിങ്ങളുടെ ജന്മദിനം ഈ വർഷത്തെ കലണ്ടറിൽ അടയാളപ്പെടുത്തൂ. നിങ്ങളുടെയും കൂട്ടുകാരുടെയും ജന്മദിനങ്ങൾ കലണ്ടറിൽ നോക്കി ചാർട്ടിൽ എഴുതൂ. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. അപ്പോൾ ഏത് മാസമാണ്, ഏത് തീയതിയാണ് എന്ന് നിങ്ങളുടെ പേര്, കുട്ടിയുടെ പേര്, മാസം, തീയതി അങ്ങനൊരു ചാർട്ട് വരച്ച് അടയാളപ്പെടുത്തുക. കലണ്ടർ നോക്കൂ, ഉത്തരം കണ്ടുപിടിക്കൂ. വർഷം ആരംഭിക്കുന്ന മാസം ഏതാണ്? ഇപ്പോൾ നമ്മളിവിടെ ഡിസംബർ ആണ് അല്ലേ? ഡിസംബർ 2024 ഡിസംബറാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വർഷം കഴിഞ്ഞു. ഡിസംബറാണ് അവസാനത്തെ മാസം. ഈ വർഷം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ആരംഭിക്കുന്നത് ജനുവരിയിലാണ്. അപ്പോൾ വർഷം ആരംഭിക്കുന്ന മാസം 25 ജനുവരി, അതായത് ജനുവരി എന്ന് എഴുതുക. ഈ വർഷം ജനുവരി 1 ഏത് ദിവസമാണ്? ജനുവരി 1 ബുധനാഴ്ചയാണ്. കണ്ടില്ലേ? ജനുവരി 1-ാം തീയതിയുടെ മേലെ ബുധൻ എന്ന് എഴുതിയിരുന്നു. അതേപോലെ ജനുവരി 31 വെള്ളിയാഴ്ചയുമാണ്. ഓരോ മാസത്തിലെയും ദിവസങ്ങളുടെ എണ്ണം പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. 30 ദിവസം മാത്രമുള്ള മാസങ്ങൾ ഏതെല്ലാം? ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. 31 ദിവസമുള്ള മാസങ്ങൾ ഏതെല്ലാം? ജനുവരി, ഓഗസ്റ്റ്, മാർച്ച്, ഒക്ടോബർ, മെയ്, ഡിസംബർ, ജൂലൈ. പൂർത്തിയാക്കൂ എന്ന പ്രവർത്തനം നോക്കൂ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഈ വർഷം ആഗസ്റ്റ് 15 ഏത് ദിവസമാണ്? നോക്കൂ, 15ൻ്റെ നേരെ മേലെ വ്യാഴം. ദേശീയ ശാസ്ത്ര ദിനം ഡിസംബർ 22 ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തൂ. മാസങ്ങളുടെ പേര് ക്രമത്തിൽ എഴുതൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 12 മാസങ്ങൾ. അപ്പോൾ ഈ യൂണിറ്റിലെ ടിക് ടിക് എന്ന ഈ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.